السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يقول المصنف رحمه الله: فمضمضة فاستنشاق للاتباع، وأقلهما إيصال الماء إلى الفم والأنف، ولا يشترط في حصول أصل السنة إدارته في الفم ومجه منه ونثره من الأنف، بل تسن كالمبالغة فيهما لمفطر للأمر بها. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വുളൂഇൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളെ കുറിച്ചാണ്. മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു: ഫമദ്മദത്തുൻ ഫസ്തിൻഷാഖുൻ. വുളൂ ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട സുന്നത്ത് അത് വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുമാണ്. ലിൽ ഇത്തിബാഇ, ഇത്തിബാഇന് വേണ്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അതേ രൂപത്തിലാണ്. കൽ മുബാലഗതി ഫീഹിമാ, ഫമദ്മദത്തുൻ ഫസ്തിൻഷാഖുൻ ലിൽ ഇത്തിബാഇ, ഇത്തിബാഇന് വേണ്ടി. വഅഖല്ലുഹുമാ, ഈ വായിൽ വെള്ളം കുപ്പിക്കുന്നതിന്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിന്റെയും ഏറ്റവും കുറഞ്ഞ രൂപം ഈസാലുൽ മാഇ ഇലൽ ഫമി വൽ അൻഫി, മൂക്കിലേക്കും വായയിലേക്കും വെള്ളം ചേരുക എന്നുള്ളതാണ് ഏറ്റവും അഖല്ല്. അപ്പൊ വായയിൽ അല്പം വെള്ളം ചേർന്നു, അതുപോലെ മൂക്കിലേക്കും വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ അസ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണ കമാലിയത്ത് ലഭിക്കാതെ അതിന്റെ അസ്ലു സുന്നത്ത് ലഭിക്കുന്നതാണ്. വലാ യുഷ്തറതു, ഷർത്താക്കപ്പെടുന്നതല്ല, നിബന്ധനയാക്കപ്പെടുന്നതല്ല, ഫി ഹുസൂലി അസ്ലി സുന്നത്തി, അസ്ലു സുന്നത്ത് കരസ്ഥമാകുന്ന വിഷയത്തിൽ ഇദാറത്തുഹു ഫിൽ ഫമി, ആ വെള്ളത്തെ ചുറ്റൽ, ഫിൽ ഫമി വായയിൽ, വമജ്ജുഹു മിൻഹു, വായയിൽ നിന്നും അത് പുറത്തോട്ട് തുപ്പലും ഷർത്താക്കപ്പെടൂല. എന്ന് പറഞ്ഞാൽ വായയിൽ ഒരാൾ എന്ത് ചെയ്തു, വെള്ളമാക്കി അങ്ങോട്ട് ഇറക്കി വിഴുങ്ങി, എന്നാലും ഈ അസ്ലു സുന്നത്ത് കരസ്ഥമാകും. അതുപോലെ തന്നെ വനസ്റുഹു മിനൽ അൻഫി, മൂക്കിൽ നിന്നും വെള്ളത്തെ പിഴിയേണ്ട ആവശ്യവും ഇല്ല. അതായത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ മൂക്കിലേക്ക് വെള്ളം ആക്കി പിന്നീട് ആ മൂക്കിൽ നിന്നും വെള്ളം പുറത്തോട്ട് അവൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ആ വെള്ളത്തെ ചീറ്റിയില്ല. എന്നാലും ശരി, വായയിലും അതുപോലെ മൂക്കിലും വെള്ളം ആയാൽ തന്നെ അസ്ലു സുന്നത്ത് കരസ്ഥമാകും. ഇവിടെ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞത് ഫമൽമലത്തുൻ ഫസ്തിൻഷാഖുൻ എന്നാണ്. മൽമലത്തിന്റെ ശേഷമായിട്ട് ഫാ കൊണ്ടാണ് അവിടെ അത്ഫ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൽമലത്തിന്റെയും ഇസ്തിൻഷാഖിന്റെയും ഇടയിൽ തർത്തീബ് ഷർത്താക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിന്റെ മുമ്പ് എന്തു ചെയ്തു? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. ഇതിന്റെ തെർത്തീബ് ഇപ്പൊ എന്താണ്? ആദ്യം വായിൽ വെള്ളം കുപ്പിളിക്കുകയും രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഏകദേശം അത് തുടരെ തന്നെയാണ്, കൂടുതൽ വൈകാതെ തന്നെയാണത് സംഭവിക്കാറുള്ളത്, നാം ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഈ തെർത്തീബ് ആദ്യം വായിൽ വെള്ളം കുപ്പിളിക്കുക, അതിനുശേഷം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള ഈ തെർത്തീബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല. എന്ന് പറഞ്ഞാൽ, വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിന്റെ മുമ്പായിട്ട് മൂക്കിൽ വെള്ളം ഒരാൾ കയറ്റി ചീറ്റിയാൽ ആ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള സുന്നത്തിനെ പരിഗണിക്കപ്പെടുന്നതല്ല. പിന്നെ എന്ത് വേണം? അത് ലഭിക്കണമെങ്കിൽ രണ്ടാമത് വായിൽ വെള്ളം കുപ്പിളിച്ചതിന് ശേഷം പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ വായിൽ വെള്ളം കുപ്പിളിച്ചതിന്റെ പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. അതായത് വായിൽ വെള്ളം കുപ്പിളിക്കുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നാം മുൻകൈ കഴുകുക, അതുപോലെ അതല്ലെങ്കിൽ നാം എന്ത് ചെയ്തു? മുഖം കഴുകുക, അതിനുശേഷം കൈ കഴുകുക, അത് രണ്ടിന്റെയും ഇടയിൽ തെർത്തീബുമാണല്ലോ. അത് പ്രത്യേകമായ ഓരോ അവയവങ്ങളായിട്ടാണ് വുളൂയിൽ എണ്ണപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മദ്മദത്തിന്റെയും ഇസ്തിൻഷാഖിന്റെയും വിഷയത്തിലും തെർത്തീബ് വേണം എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ബൽ എങ്കിലും തുസന്നു സുന്നത്താക്കപ്പെടും. എന്ത്? അത് നേരത്തെ അസ്ലു സുന്നത്ത് കരസ്ഥമാവണമെങ്കിൽ വായിൽ വെള്ളം ആക്കി ചുറ്റേണ്ടതില്ല, അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം പിന്നീട് ചീറ്റേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എങ്കിലും ഈ വായിൽ വെള്ളം ആക്കിയതിന് ശേഷം അതിനെ കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം ആക്കിയതിന് ശേഷം അതിനെ പുറത്തോട്ട് ചീറ്റലും അത് സുന്നത്താക്കപ്പെടുന്നതാണ്. കൽ മുബാലഗതി ഫീഹിമാ, ഈ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലും അമിതമാക്കുന്നത് പോലെ തന്നെ മുബാലഗത്ത് ചെയ്യല് സുന്നത്താണ്. ആർക്കലിൽ മുഫ്തിരിൻ, നോമ്പ് ഇല്ലാത്ത ആൾക്ക്, നോമ്പുകാരനല്ല. അപ്പൊ നോമ്പുകാരനല്ലാത്ത ആൾക്ക് വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും അത് മുബാലഗത്ത് ചെയ്യല് സുന്നത്താക്കപ്പെട്ടതുപോലെ തന്നെ ഏതും ഈ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ അത് പുറത്തോട്ട് തുപ്പലും അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റിയതിന് ശേഷം അതിനെ ചീറ്റലും സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. ലിൽ അംരി ബിഹാ, അതുകൊണ്ട് ഏതുകൊണ്ട്? ഈ മുബാലഗത്ത് കൊണ്ട് കൽപ്പിച്ചതിന് വേണ്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദാ തവല്ലഅത ഫഅബ്ലിഗ് ഫിൽ മദ്മദതി വൽ ഇസ്തിൻഷാഖി മാ ലം തകുൻ സായിമാ, നീ നോമ്പുകാരനായിട്ടില്ല എങ്കിൽ നീ വുളൂ ചെയ്യുന്ന സമയത്ത് വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലും നീ എന്ത് ചെയ്യണം? മുബാലഗത്ത് അമിതമാക്കണം എന്ന ഹദീസ് ഉണ്ടായതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുകൊണ്ട് കൽപ്പിച്ചതിന് വേണ്ടി സുന്നത്താണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തെർത്തീബിന്റെ വിഷയമാണ്. നാം വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുമ്പോൾ അത് രണ്ടിന്റെയും ഇടയിൽ തെർത്തീബ് അത്യന്താപേക്ഷിതമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിന്റെയും രൂപം 3 രൂപത്തിൽ അത് ചെയ്യാം.
3 രൂപത്തിൽ അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒന്ന്, 3 കോരൽ വെള്ളം എടുക്കുകയും അതിൽ നിന്നും ഓരോ കോരൽ കൊണ്ടും വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. അതൊരു രൂപം. രണ്ടാമത്തെ രൂപം, 2 കോരൽ വെള്ളം എടുക്കുക. ഒരു കോരൽ കൊണ്ട് വായിൽ വെള്ളം 3 പ്രാവശ്യം കുപ്പിളിക്കുക. പിന്നീട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ കോരൽ കൊണ്ട് 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു രൂപം, ഒരു കോരൽ കൊണ്ടും നമുക്ക് ഇത് ചെയ്യാം. എങ്ങനെ? ഒരു കോരൽ കൊണ്ട് 1 പ്രാവശ്യം വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യാം. ഇങ്ങനെ 3 രൂപങ്ങൾ, ജായിസായ രൂപങ്ങൾ, അനുവദനീയമാക്കപ്പെട്ട രൂപങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഏറ്റവും അഫ്ളലായതും സുന്നത്തായതുമായ രൂപം അതാണ് മുസന്നിഫ് പറയുന്നത്. ഒന്നാമത്തെ രൂപമാകുന്ന 3 കോരൽ വെള്ളം കൊണ്ട് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത്. അതിലേക്കാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത് വയുസന്നു, സുന്നത്താക്കപ്പെടും, ജംഉഹുമാ, വായിൽ വെള്ളം കുപ്പിളിക്കലിനെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലിനെയും ഒരുമിച്ച് കൂട്ടൽ, ബിസലാസി ഖുറഫിൻ, 3 കോരൽ വെള്ളം കൊണ്ട്. എങ്ങനെ? യതമദ്മദു സുമ്മ യസ്തൻഷിഖു മിൻ കുല്ലി മിൻഹുമാ, വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ഈ ഓരോ കോരലിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും ഓരോ കോരലും, ഒരു കോരലിൽ നിന്ന് തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. രണ്ടാമത്തെ കോരലിൽ നിന്നും അപ്രകാരം, മൂന്നാമത്തെ കോരലിൽ നിന്നും അപ്രകാരം ചെയ്യുക. ഇതാണ് ഏറ്റവും അഫ്ളലും സുന്നത്തുമായ രൂപം. അപ്പൊ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന സുന്നത്ത് കഴിഞ്ഞു. അടുത്ത സുന്നത്ത് വമസ്ഹു കുല്ലി റഅ്സിൻ, തല മുഴുവനും തടവലാണ്. നാം നേരത്തെ വുളൂഇന്റെ ഫർളിൽ പറഞ്ഞത് തലയിൽ നിന്നും അല്പം തടവലാണ് ശാഫിഈ മദ്ഹബിൽ. തലയിൽ നിന്നും അല്പം തടവലാണ് ഫർള്. ഈ തല മുഴുവനും തടവുക എന്നുള്ളത് അത് സുന്നത്താണ്. ലില്ലിത്തിബാഇ, ഇത്തിബാഇന് വേണ്ടി. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഇ അതേ രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ എടുത്ത് സ്വഹാബത്തുൽ കിറാമിന് കാണിച്ചു കൊടുത്തപ്പോ തല മുഴുവനും തടവിയതായിട്ട് ആണ് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് സുന്നത്തായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളതും. വഖുറൂജൻ മിൻ ഖിലാഫി മാലികിൻ വഅഹ്മദ, മാലികി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, അവരുടെ ഖിലാഫിൽ നിന്നും പുറപ്പെടാൻ വേണ്ടിയും അവരുടെ അടുക്കൽ എന്താണ്? അത് നിർബന്ധാണ്. ആരുടെ അടുക്കല്? മാലികി ഇമാമിന്റെ അടുക്കലും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കല് തല മുഴുവനും തടവൽ നിർബന്ധമാണ്. അപ്പൊ അവരോട് ഖിലാഫ് ആവണ്ട. അപ്പൊ ആ ഖിലാഫിൽ നിന്നും ഈ സുന്നത്ത് അങ്ങ് എടുത്താൽ എന്ത് ചെയ്യും? ആ വിഷയം നമ്മളും ചെയ്തല്ലോ, ആ നിലക്ക് എന്ത് ചെയ്യും? പുറപ്പെടാൻ വേണ്ടിയും എന്ന് പറഞ്ഞു. ഇനി ഒരാൾ ഇനി തല മുഴുവനും തടവുന്നില്ല, അല്പം തടവലാണല്ലോ നമുക്ക് ഫർള്. അപ്പൊ ആ ഫർളിന്റെ മേൽ അല്പം, തലയിൽ നിന്നും അല്പത്തിന്റെ മേൽ ഒരാൾ ചുരുക്കാൻ ഉദ്ദേശിച്ചാൽ ഫൽ ഔല, അവനിക്ക് ഏറ്റവും നല്ലത് അയ്യകൂന ഹുവന്നാസിയത്ത, ആ അല്പം, ഫൽ ഔല ഏറ്റവും ഔല അയ്യകൂന ഹുവ, ആ ബഅദാവലാണ്, അന്നാസിയത്ത നിറോന്തലയാവലാണ്, നെറുകന്തല എന്നൊക്കെ പറയും. നാം മുമ്പ് പറഞ്ഞതല്ലോ, 2 കയനെറ്റിയുടെ നാം മുമ്പ് തലയെക്കുറിച്ച് വിശദീകരിച്ചപ്പോ, അതുമല്ല മുഖത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ നാം പറഞ്ഞിരുന്നു എന്ത്? 2 കയനെറ്റി അത് മുഖത്തിൽപ്പെട്ടതല്ല. ആ കയനെറ്റിയുടെ ഇടയിലുള്ള ഭാഗമാണ് നാസിയത്ത്, നുറുകന്തല, അതും മുഖത്തിൽപ്പെട്ടതല്ല, അത് തലയിൽപ്പെട്ടതാണ്. അപ്പോ ഒരാൾ തല തടവുന്നതിൽ ആ ബഅദ് കൊണ്ട് ചുരുക്കുകയാണ് എങ്കിൽ ആ നെറുകന്തലയാവലാണ് ഏറ്റവും നല്ലത്.
ഇനി പറയുന്നു അതിന്റെ രൂപം, തല മുഴുവനും തടവുന്നതിന്റെ ഏറ്റവും നല്ല ഉദാത്തമായ രൂപം, വൽ ഔല, ഏറ്റവും ഔല നല്ലത്, ഫീ കൈഫിയത്തിഹി, ആ തല മുഴുവനും തടയുന്ന രൂപത്തിൽ വെച്ച് ഏറ്റവും ഔലവിയത്ത്, ഏറ്റവും നല്ലതായ രൂപം. അതായത് അവിടെയും തല മുഴുവനും തടവുക എന്നുള്ളത് നമ്മൾ എങ്ങനെ തടവിയാലും കരസ്ഥമാകും. രണ്ട് കൈയും നനച്ചിട്ട് തലന്റെ മുകളിൽ അങ്ങോട്ട് മുഴുവനും വെള്ളമാക്കിയാൽ മതി, തടവിയാ മതി. എന്നാൽ എന്ത് ചെയ്യും? അസ്ലു സുന്നത്ത് തല മുഴുവനും തടവുക എന്നുള്ള അസ്ലു സുന്നത്ത് കരസ്ഥമാകും. പക്ഷേ ഏറ്റവും മൗലയായ രൂപം ഐ യദഅ യദൈഹി, അവന്റെ രണ്ട് കൈകളെയും അവൻ വെക്കലാണ്. ഇങ്ങനെ രണ്ട് കൈകളെയും അവൻ വെക്കണം. അലാ മുഖദ്ദമി റഅ്സിഹി, അവന്റെ തലയിൽ നിന്നും മുന്തിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗത്ത്. തലയുടെ മുൻഭാഗം എന്ന് പറഞ്ഞാൽ തല തുടങ്ങുന്ന സ്ഥലം ഉണ്ടാവൂലേ, തലന്റെ അതിർത്തിയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അവിടെ വെക്കുക. എങ്ങനെ? മുൽസിഖൻ, അവൻ തന്നെ ചേർക്കുന്നവനായ സ്ഥിതിയിൽ, മുസബ്ബിഹതഹു, അവന്റെ തസ്ബീഹ് ചൊല്ലുന്ന വിരല്, അതേതാ? ചൂണ്ടാണി വിരൽ. അതാണ് അത്തഹിയാത്തിൽ നമ്മൾ ഉയർത്താറുള്ളത്. ആ ചൂണ്ടാണി വിരലിനെ ബിൽ ഉഖ്റ, മറ്റേ ചൂണ്ടാണി വിരലുമായിട്ട്, എന്ന് പറഞ്ഞാൽ വലത്തെ കൈയിന്റെ ചൂണ്ടാണി വിരലും ഇടത്തെ കൈയിന്റെ ചൂണ്ടാണി വിരലും ചേർത്ത് കൊണ്ടുവെക്കുക. എന്നിട്ടോ ഏത് സ്ഥിതിയിൽ? വ ഇബ്ഹാമൈഹി, അവന്റെ ഇരു തള്ള വിരലുകളെയും ചേർത്തവനായിട്ട്, വെച്ചവനായിട്ട്. അല്ല, അപ്പൊ ഇങ്ങനെ ഐ യദഅ, അവൻ വെക്കലാണ്, യദഹു, അവന്റെ രണ്ട് കൈകളെയും വെക്കണം, അലാ മുഖദ്ദമി റഅ്സിഹി, അവന്റെ തലയുടെ മുൻഭാഗത്ത്, മുൽസിഖൻ മുസബ്ബിഹതഹു ബിൽ ഉഖ്റ, അവന്റെ ആ ചൂണ്ടാണി വിരലിനെ മറ്റേ ചൂണ്ടാണി വിരലുമായിട്ട് ചേർത്ത് വെക്കുക. വ ഇബ്ഹാമൈഹി, അവന്റെ രണ്ട് തള്ള വിരലുകളെയും അവൻ വെക്കണം. എവിടെ വെക്കണം? അവിടേക്കാണ്. യദൈഹി വ ഇബ്ഹാമൈഹി, അവന്റെ രണ്ട് ഇബ്ഹാമൈഹി, രണ്ട് തള്ള വിരലുകളെ അവൻ വെക്കണം. അലാ സദ്ഗൈഹി, അവന്റെ ആട്ടുചെന്നി എന്ന് പറഞ്ഞ ചെവിന്റെ കുറ്റിണ്ട്, ആ സ്ഥലത്തിന്റെ മേലെ എന്ത് വെക്കുക? അവന്റെ തള്ളവിരലുകളെ വെക്കുക. അപ്പൊ തള്ളവിരലുകളെ, രണ്ട് തള്ളവിരലുകളെയും അവന്റെ ചെവിക്കുറ്റിയിൽ വെക്കുക. എന്നിട്ടോ ഈ ചൂണ്ടുവിരൽ രണ്ടെണ്ണത്തിനെയും പരസ്പരം ചേർക്കുക. അങ്ങനെ തലയുടെ മുൻഭാഗത്ത് വെക്കുക. എന്നിട്ടോ സുമ്മ യദ്ഹബു ബിഹിമാ, ആ രണ്ട് കൈകൾ കൊണ്ടും അവൻ പോവണം. മഅ ബഖിയതി അസാബിഇഹി, അവന്റെ മറ്റുള്ള വിരലുകളോടുകൂടെ തന്നെ, അവശേഷിക്കലോടുകൂടെ എന്ന് പറഞ്ഞാൽ അവയെ ആ മറ്റുള്ള വിരലുകളിൽ നിന്നും ബാക്കിയുള്ള വിരലുകളും ഇതിന്റെ കൂടെ പോണെന്നർത്ഥം. ഏതൊഴിച്ച്? ഗൈറൽ ഇബ്ഹാമൈനി, രണ്ട് തള്ള വിരൽ ഒഴിച്ച്. കാരണം തള്ള വിരൽ അവിടുന്ന് അനക്കാൻ പാടില്ല. രണ്ട് തള്ള വിരലും നിലകൊള്ളുന്നത് ചെവിക്കുറ്റിയോട് ബന്ധിച്ചുകൊണ്ട് അടുത്ത് ചെവിക്കുറ്റിയിൽ വെച്ചിരിക്കുകയാണ്, രണ്ട് തള്ളവിരലും. എന്നിട്ട് അവന്റെ ചൂണ്ടാണി വിരൽ രണ്ടും, വലത്തെ കൈയിന്റെയും ഇടത്തെ കൈയിന്റെയും ചൂണ്ടാണി വിരൽ പരസ്പരം ചേർത്തുകൊണ്ട്, എന്നിട്ട് എവിടേക്ക് പോകണം? ലിഖഫാഹു, അവന്റെ പെരടിയിലേക്ക് പോവുക. അങ്ങനെയാണ് തടവുന്ന രൂപം. സുമ്മ യറുദ്ദഹുമാ, പിന്നെ ആ രണ്ട് കൈകളെയും അവൻ മടക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരണം, മടക്കി കൊണ്ടുവരണം. ഇതിൽ മബ്തയി, തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ. എപ്പോ? ഇൻ കാന ലഹു ശഅറുൻ യൻഖലിബ്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മടങ്ങാൻ കഴിവുള്ള മുടിയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ മുടി അല്പം വലുപ്പുണ്ടെങ്കിൽ നർത്ഥം. എന്ന് പറഞ്ഞാൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻഖിലാബ്, മറിയൽ സിദ്ധിക്കാൻ കഴിയുന്ന മുടിയാണ്, അതിന് മുടിക്ക് അല്പം വലുപ്പം വേണം. ആ രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവരണം. ഇല്ല, അങ്ങനെയല്ല എങ്കിൽ, എങ്ങനെ? മുടിയില്ല തീരെ, അല്ലെങ്കിൽ മുടിയുണ്ട് പക്ഷേ അത് മറിയൽ സിദ്ധിക്കാൻ ഉള്ള വലിപ്പല്ല, കുറ്റിമുടിയാണ്. എന്നാൽ ഫൽയഖ്തസിർ അലൽ ദഹാബി, തലയുടെ മുൻഭാഗത്ത് നിന്നും പെരടിയിലേക്ക് പോയല്ലോ, ആ പോയതിന്റെ മേൽ തന്നെ അവൻ ചുരുക്കുക, ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി വഇൻ കാന അലാ റഅ്സിഹി ഇമാമത്തുൻ,
അവന്റെ തലന്റെ മേലിൽ ഇനി തലയിക്കെട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കെട്ടിയ തലയിക്കെട്ട. ഈ തലയിക്കെട്ടൊക്കെ ഊരിയാല് ബുദ്ധിമുട്ടാകും. ആ രൂപത്തിലാണ്. ഔ ഖലൻസുവതുൻ, അല്ലെങ്കിൽ നല്ലൊരു തൊപ്പിണ്ട്. എന്നാൽ എന്തു ചെയ്യണം? തമ്മമ അലൈഹ, ആ ഇമാമത്തിന്റെ ഖലൻസുവത്തിന്റെ മേലിൽ എന്ത് ചെയ്യണം? ആ ഇമാമത്തിന്റെ മേലിൽ അവൻ എന്ത് ചെയ്യണം? അതിനെ പൂർത്തീകരിക്കുക. ബഅദ മസ്ഹിൻ നാസിയതി എന്ന് പറഞ്ഞാൽ വാജിബായ ഖദറാകുന്ന നാസിയത്തിന്റെ മേൽ തടവിയതിന് ശേഷം. നാം വാജിബായ ഖദർ ശാഫിഈ മദ്ഹബിൽ തലയിൽ നിന്നും അല്പം തടവലാണ്. പക്ഷെ അവിടെ തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും ഇഹ്തിയാത്ത്, സൂക്ഷ്മത, അവിടെ നിറുകൻ തലയുടെ പരിധിയിൽ ഉള്ള അല്പം കുറച്ച് തടവലാണ്. നിറുകൻ തലയെങ്കിലും തടവൽ നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും നല്ലത് അതാണ് എന്ന് പറഞ്ഞിരുന്നു, സൂക്ഷ്മത. അതുകൊണ്ടാണ് എന്ത് ബഅദ മസ്ഹിൻ നാസിയതി, നിറുകൻ തല തടവിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുക? തലയുടെ മേലിൽ എന്ന് പറഞ്ഞാൽ ആ തൊപ്പിയോ അതല്ലെങ്കിൽ തലയിക്കെട്ടോ ഉണ്ട് എങ്കിൽ ബാക്കിയുള്ളത് അതിന്റെ മുകളിലൂടെ തടവാം. ലിൽ ഇത്തിബാഇ, അതും ഇത്തിബാഇന് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ തലയിൽ കെട്ടിയ സന്ദർഭത്തിൽ വുളൂ ചെയ്തപ്പോ അള്ളാന്റെ ഹബീബ് അല്പം തലയിൽ നിന്ന് തടവുകയും ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ അതിനുശേഷം തലീക്കെട്ടിന്റെ മേലിലാണ് തടവിയതായിട്ട് സ്വഹാബത്തുൽ കിറാം ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് സുന്നത്താണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ തലപ്പാവ് ധരിച്ച ആളുകൾ ആദ്യമായിട്ട് തല വാജിബായത് തടവി, പിന്നെ തലപ്പാവ് തലയിൽ നിന്ന് എടുത്താൽ അത് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തടവുന്ന സമയത്ത് കൈ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? തലയിൽ നിന്നും പൊന്താൻ പാടില്ല, ഉയരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ തടവുന്നതോട് കൂടെ തന്നെ അങ്ങനെ തടവി പോണം. ഉയരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൈ പറ്റ തലയിൽ നിന്നും എടുക്കരുത് എന്നർത്ഥം. അതായത് നമ്മളിപ്പോ ഈ തല മുഴുവനും തടവുകയാണെങ്കിൽ ഈ രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് രണ്ട് തള്ളവിരലും അവന്റെ ചെവിക്കുറ്റിയിലും അവന്റെ രണ്ട് ചൂണ്ടാണി വിരലുകൾ പരസ്പരം യോജിച്ചതായ സ്ഥിതിയിൽ തലയുടെ മുൻഭാഗത്തും വെച്ചതിന് ശേഷം പെരടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ കൊണ്ടുപോകലിൽ തന്നെ എന്താവണം? തലപ്പാവിന്റെ മുകളിലൂടെയും അങ്ങ് തടവുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ നിർത്തി പിന്നെ നാം കൈയൊക്കെ ശരിക്കും ഒന്ന് ഉഷാറാക്കി എടുത്തു പിന്നെ ബാക്കി എങ്ങനെ തടവുക? ആ രൂപത്തിലാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ പണ്ഡിതന്മാര് അവിടെ വിശദീകരിക്കുന്നത് ആ വെള്ളം മുസ്തഅമലായി പോവും. അതുകൊണ്ട് പിന്നീട് ബാക്കിയുള്ള തടവൽ പരിഗണിക്കപ്പെടുന്നതല്ല. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്തു? വാജിബായ തടവൽ, ഫർളായ തടവൽ, അത് അല്പം തടവിയപ്പോൾ അത് ലഭിച്ചു, വുളൂ സഹിയാവുക ചെയ്യും. പക്ഷേ തല മുഴുവനും തടവുക എന്നുള്ള സുന്നത്ത് നഷ്ടപ്പെടുന്നതാണ്. ഇനി വമസ്ഹു കുല്ലിൽ ഉദ്നൈനി, രണ്ട് ചെവി മുഴുവനും തടവൽ, അതെന്താണ്? സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ലാഹിറൻ വബാത്തിന, ഉള്ളും പുറവും. ലാഹിറൻ വബാത്തിന, ഉള്ളും പുറവും തടവൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. വസിമാഖൈഹി, അവന്റെ ഇരു ചെവിക്കുണ്ടുകളും. ലിൽ ഇത്തിബാഇ, അതും ഇത്തിബാഇന് വേണ്ടി. അപ്പൊ രണ്ട് ചെവി മുഴുവനും തടവൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ ചെവി തടവുമ്പോ ചില സമയത്തൊക്കെ നമ്മൾ കാണാറുള്ളത്, ആ ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് ആ പൈപ്പിന്റെ അതല്ലെങ്കിൽ എവിടെ ആ ചൂണ്ടാണി വിരൽ മാത്രം എന്ത് ചെയ്യും? ഒന്ന് വെള്ളം നനക്കും. അല്ലെങ്കിൽ ചൂണ്ടാണി വിരലും ആ മധ്യവിരലുണ്ടല്ലോ അതും ലേശം വെള്ളം നനച്ചിട്ട് ഇങ്ങനെയാണ് തടവലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഇരു ചെവികളും തടവാൻ വേണ്ടി ഈ രൂപത്തിൽ തടവുകയാണെങ്കിൽ ഇത് ഉള്ളും പുറവും ചെവിക്കുണ്ടും തടവണം. അതിന്റെ രൂപം, അതിന് വേണ്ടി ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ മുൻകൈയിൽ വെള്ളം ശരിക്ക് നനക്കണം. മുൻകൈമ ശരിക്ക് വെള്ളം വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് അവൻ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞല്ലോ മുസബ്ബിഹ വിരല്. മുസബ്ബിഹ വിരല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചൂണ്ടാണി വിരൽ എന്നാണ്. അതിന് ചൂണ്ടാണി വിരൽ എന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മൾ അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന വിരല്.
അപ്പൊ ആ മുസബ്ബിഹ വിരൽ എവിടെ വെക്കണം? നമ്മുടെ ചെവിന്റെ ഒരു ദ്വാരല്ലേ, ആ ചെവിന്റെ ദ്വാരത്തിൽ വെക്കണം. ഏത്? ഈ ചൂണ്ടാണി വിരൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ചൂണ്ടാണി വിരൽ അവിടെ വെച്ച് ഒന്നിട്ട് ചുറ്റണം. തദ്വീർ, ഒന്നിങ്ങോട്ട് ചുറ്റിയിട്ട് ആ ചൂണ്ടാണി വിരൽ കൊണ്ടാണ് ചെവിയുടെ ഉള്ളിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അതിങ്ങനെ റൗണ്ട് അടിക്കണം. ആ വിരൽ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുക. എന്നിട്ടോ അവന്റെ തള്ളവിരൽ, ഈ തള്ളവിരൽ എന്ത് ചെയ്യണം? ചെവിന്റെ ഈ താഴെ ഭാഗത്ത് വെച്ചിട്ട് തള്ളവിരൽ കൊണ്ട് പുറം അങ്ങനെ തടവി കൊണ്ടുപോകണം. ഇത് ഒപ്പാണ് നടക്കേണ്ടത്. ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം എന്ത് ചെയ്യണം? അവന്റെ ഈ തള്ളവിരലിൽ നിന്നും എന്ന് പറഞ്ഞാൽ മുൻകൈയിന്റെ പള്ള ഭാഗം ചെവിയിൽ അങ്ങോട്ട് അമർത്തണം. ഇതാണ് രൂപം, പണ്ഡിതന്മാർ പറഞ്ഞ രൂപം. മനസ്സിലായല്ലോ? അത് ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ചു പറയേണ്ട ആവശ്യമില്ല, വാട്സപ്പിലല്ലേ, അതൊന്നും കൂടെ കേട്ടാ മതി. ഓക്കെ. അപ്പൊ വസിമാഹൈഹി, അവന്റെ ഇരുചെവിക്കുണ്ടുകളും എന്തിനു വേണ്ടി? ഇത്തിബാഴിന് വേണ്ടി. വലാ യുസന്നു, സുന്നത്താക്കപ്പെടുന്നതല്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏത്? വായിൽ വെള്ളം കുപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട്. അതായത് ചില ആളുകളൊക്കെ ചെയ്യാറുള്ളത്, ഈ അസ്ലു സുന്നത്ത് കിട്ടും ചിലപ്പോ, എന്താ ചെയ്യാറുള്ളത്? ഈ വെള്ളം എടുത്തിട്ട് ഈ മുസബ്ബിഹ വിരലുണ്ട്, നമ്മളെ ചൂണ്ടാണി വിരലൊന്നും, അതുപോലെ തള്ളവിരലും അല്പം മൂക്കിക്കൊന്ന് കയറ്റി ഇങ്ങനെ ആക്കും. ശരിക്കും യഥാർത്ഥത്തിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന പരിപാടി ഈ വിരല് കയറ്റലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിരല് മൂക്കിലേക്ക് വെക്കലല്ല. പക്ഷെ വിരല് കൊണ്ട് നമ്മൾ മൂക്കിലേക്ക് വെള്ളം ആക്കിയാൽ അസ്ലു സുന്നത്ത് കരസ്ഥമാവും. പക്ഷെ പരിപൂർണമായ സുന്നത്ത് കരസ്ഥമാവണമെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് അത് ചീറ്റണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് നിറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് മൂക്കിൽ ഉള്ള എല്ലാ വസ്തുക്കളും പുറത്തോട്ട് വരുന്ന രൂപത്തിൽ തന്നെയാണ് അത് ചീറ്റേണ്ടത്. അങ്ങനെ ചീറ്റുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ മൂക്ക് ശുദ്ധിയാവുന്നതും അതിന്റെ യഥാർത്ഥമായ സുന്നത്ത് കരസ്ഥമാവുന്നതും എന്ന് സാന്ദർഭികമായി ഞാൻ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഇനി പറയുന്നു, വലാ യുസന്നു, സുന്നത്താക്കപ്പെടുന്നതല്ല. മസ്ഹുർ റഖബതി, പിരടി തടവൽ സുന്നത്താക്കപ്പെടുന്നതല്ല. ഇത് കാരണം ലം യസ്ബുത് ഫീഹി ഷൈഉൻ, അതിൽ ഒരു വസ്തുവും സ്ഥിരപ്പെട്ടിട്ടില്ല, ഒരു ഹദീസും അതിലില്ല. ഖാല അൻ-നവവി റഹിമഹുല്ലാഹ്, മഹാനായ നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു, ബൽ ഹുവ ബിദ്അത്തുൻ, പെരടി തടവുക എന്നുള്ളത് ബിദ്അത്താണ്. വഹദീസുഹു മൗദൂഉൻ, ഇനി ഏതെങ്കിലും ഹദീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വദ്ഉ ചെയ്യപ്പെട്ട ഹദീസാണ്. അപ്പൊ ഫളായിലുൽ അഅമാലിൽ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടല്ലോ, എല്ലാ വിഷയത്തിലും ഒരു ഫളായിലുൽ അഅമാൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മള് പല ആളുകളും എടുക്കാറുണ്ട്. ഫളായിലുൽ അഅമാൽ ആയതുകൊണ്ട് ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും ഷർത്തുകളുണ്ട്. ദഈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ ഷർത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു നിബന്ധനയാണ് എന്ത്? ആ ഹദീസ് മൗദൂആയ ഹദീസാകാൻ പാടില്ല. മൗദൂആകുമ്പോഴും സാധനം ദഈഫ് തന്നെ ആയിരിക്കും. മൗദൂഅ അല്ലെങ്കിലും ദഈഫായിട്ട് വരും. അപ്പൊ ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ ഹദീസ് മൗദൂആകാൻ പാടില്ല. അതുപോലെ ദുഅഫ്, അങ്ങേ അറ്റത്തെ ദുഅഫ്, ശിദ്ദത്തായ ദുഅഫുള്ളത്, അശദ്ദു ദുഅഫുള്ളത് പറ്റൂല. അപ്പൊ ഇവിടെ പറഞ്ഞത് ബിദ്അത്താണ്. കാരണം ഹദീസ് ഇല്ല എന്നിട്ടല്ല, ഉള്ള ഹദീസ് മൗദൂആയത് കൊണ്ടാണ്. വദൽകു അഅളാഇൻ, അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് എന്ത്? അവയവങ്ങളെ ദൽക്ക് ചെയ്യുക. എന്താ ദൽക്കിന്റെ അർത്ഥം? നാം പറയും എന്ത് ചെയ്യുക? അവയവങ്ങളെ ഉരച്ച് കഴുകുക തന്നെ പറയണത്. വഹുവ, ദൽക്ക് എന്ന് പറഞ്ഞാൽ ഇംറാറുൽ യദി അലൈഹാ അഖിബ മുലാഖാതിഹാ ലിൽ മാഇ, കയ്യിനെ നടത്തുക, അലൈഹ, ആ അവയവങ്ങളുടെ മേലിൽ, അഖിബ മുലാഖാതിഹ, ആ കയ്യിനെ ചേർന്നതായ സമയത്ത് ഉടനെ, ലിൽ മാഇ, വെള്ളവുമായിട്ട്. അപ്പൊ വെള്ളവുമായിട്ട് ഈ വെള്ളം
ഇംറാറുൽ യദി കയ്യിനെ നടത്തലാണ് അലൈഹ അവയവങ്ങളുടെ മേലിൽ അഖിബ മുലാഖാതിഹ ആ അവയവങ്ങൾ കണ്ടെത്തുന്ന ഉടനെയായിട്ട് ലിൽമായി വെള്ളത്തിനെ എന്ന് പറഞ്ഞാൽ വെള്ളം കയ്യിലേക്ക് വരുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം? ആ വെള്ളം അവയവങ്ങളിലേക്ക് ചേരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? കയ്യ് അങ്ങ് നടത്തുക. അതാണ് തേച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവയവത്തിലേക്ക് വെള്ളം ആകുകയും അതിനോട് കൂടെ തന്നെ കയ്യ് നടത്തുകയും ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ഉരച്ച് കഴുകുക എന്ന് പറയാറുള്ളത്. അതെന്തിനു വേണ്ടി? ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ ഖിലാഫിനെ തൊട്ട് പുറപ്പെടാൻ വേണ്ടി. ചില പണ്ഡിതന്മാര്, മഹാനായ മാലിക് ഇമാമിനെ പോലത്തെ ആളുകൾ ഈ വിഷയത്തിൽ അവിടെ എന്ത് ചെയ്യണം? ഉരച്ചു കഴുകണം. അവർക്ക് എന്ത് വേണ്ട? ജറയുൽമായിന്റെ ആവശ്യമില്ല, പക്ഷെ ഇംറാറുൽ അത് വേണം. അങ്ങനെയാണ് മാലിക്. നമുക്കെന്ത് വേണം? വെള്ളം അവയവത്തിന്റെ മേലിൽ നടക്കണം. നമുക്ക് വെള്ളം അവയവത്തിന്റെ മേൽ നടക്കുക എന്നുള്ളത് വുളൂഇന്റെ ഫർളാണ് ശാഫിഈ മദ്ഹബിൽ. പക്ഷെ അവർക്കത് വേണ്ട. അവർക്ക് വെള്ളം മുലാഖാത്തുണ്ട്. പക്ഷെ എന്ത് വേണം അവർക്ക്? ഈ വെള്ളം ആകുന്ന സമയത്ത് കൈ കൊണ്ട് ശരിക്കും ഉരസണം, ഉരക്കണം. ഉരച്ചുകൊണ്ട് വെള്ളം എല്ലായിടത്തും ആക്കിയാലും യാതൊരു പ്രശ്നവും ഇല്ല. ഫഖുറൂജ മിൻ ഖിലാഫി മൻ ഔജബഹു. ഇനി വതഖ്ലീലു ലിഹ്യത്തിൻ കസ്സത്തിൻ, തിങ്ങിയ താടിയെ തിക്കകറ്റുക. ഇതും ഒരു സുന്നത്താണ്. തിങ്ങിയ താടി തിക്കകറ്റലും സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. വൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്, കൗനുഹു, അതാവലാണ്, ബി അസാബിഅ യുംനാഹു, അവന്റെ വലത്തെ കൈയിന്റെ വിരലുകൾ കൊണ്ട്. വമിൻ അസ്ഫല, താടിയുടെ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങുക. മഅ തഫ്രീഖിഹ, ആ തിങ്ങിയതായ താടിയെ വിട്ടിവിരിക്കലോടുകൂടെ. വബിഗുർഫത്തിൻ മുസ്തഖില്ലത്തിൻ, മുസ്തഖില്ലായ, എങ്ങനെ? വമിൻ അസ്ഫല, താടിയുടെ താഴ്ഭാഗത്ത് നിന്ന് മഅ തഫ്രീഖിഹ, ആ വിരലുകളെ വിട്ടുപിരിക്കലോടുകൂടെ. താടിയല്ല, വിരലുകളെ വിട്ടുപിരിക്കലോടുകൂടെ. വബിഗുർഫത്തിൻ മുസ്തഖില്ലത്തിൻ, മുസ്തഖില്ലായ കോരലോട് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി വേറെ ഒരു കോരല് വെള്ളെടുത്തിട്ട് ഇത്തിബാഴിന് വേണ്ടി ഇതും. വയുക്റഹു തർക്കുഹു, ഈ തിങ്ങിയ താടിയെ തിക്കകറ്റൽ, ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടുന്നതാണ്. പക്ഷെ ഈ തിങ്ങിയ താടി തിക്കകറ്റേണ്ടത് വുളൂ കഴിഞ്ഞതിന് ശേഷമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന തിക്കകറ്റുക, അതുപോലെ ചെവി മുഴുവനും തടവുക, തല മുഴുവനും തടവുക, ഇതൊക്കെ ആ അവയവങ്ങളുടെ ഫർളായ കഴുകൽ നാം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. താടി തിക്കകറ്റുമ്പോൾ പല രൂപങ്ങളിലായിട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മൊത്തം 3 പ്രാവശ്യം കഴുകിക്കഴിഞ്ഞതിന് ശേഷം തിക്കകറ്റാം. അതല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഫർള് കഴുകുക, പിന്നെ തിക്കകറ്റുക. രണ്ടാമത് തസ്രീസ് ചെയ്യുമ്പോൾ, രണ്ടാമത് താടി കഴുകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക? തിക്കകറ്റുക, പിന്നീട് തിക്കകറ്റുക, പിന്നെ മൂന്നാമത്തേതിലും തിക്കകറ്റുക. അങ്ങനെ ഓരോ ഫർള് കഴിഞ്ഞതിന് ശേഷം ഉടനെയായിട്ട് തിക്കകറ്റലാണ് ഏറ്റവും അഫ്ളല് എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ومن أسفل مع تفريقها وبغرفة مستقلة للاتباع ويكره تركه. إني وتخليل أصابع اليدين بالتشبيك. وتخليل أصابع اليدين, 2 കൈകളുടെ വിരലുകളെ എന്ത് ചെയ്യുക? ചിക്കകറ്റുക. ബിത്തശ്ബീഖി, അതെങ്ങനെ? പരസ്പരം കോർക്കല് കൊണ്ട്. അപ്പൊ 2 കൈവിരലുകൾ തിക്കകറ്റലും, അത് കൈ കഴുകുന്ന സമയത്ത് കൈവിരലുകൾ തിക്കകറ്റുക. അങ്ങനെ തിക്കകറ്റുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ രൂപം? ബിത്തശ്ബീഖി, കോർക്കല് കൊണ്ട്. ഇപ്പൊ പരസ്പരം കോർക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് സാധാരണഗതിയിൽ നാം 2 കൈയും കോർക്കുക എന്ന് പറഞ്ഞാൽ 2 കൈയിന്റെയും ഓരോ വിരലുകൾ മറ്റേ വിരലിന്റെ ഇടയിലും കൈയിന്റെ ഉൾഭാഗം ബത്ന് ഉണ്ടാവുമല്ലോ, അത് രണ്ടും പരസ്പരം യോജിച്ചുകൊണ്ടും വരും എന്ന രൂപത്തിലായിരിക്കും കോർക്കല്. ചില പണ്ഡിതന്മാര് ഇവിടെ
രേഖപ്പെടുത്തുന്നു. ആദത്തിനെ തൊട്ട് ഇബാദത്ത് വ്യത്യാസമാവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കോർക്കുന്ന സമയത്ത്, തശ്ബീഹ് ചെയ്യുന്ന സമയത്ത് അതിന് ഏറ്റവും നല്ല രൂപം എങ്ങനെയാണ്? അതായത് അവന്റെ ഇടത്തെ കൈയിന്റെ പുറംഭാഗം വലത്തെ കൈയിന്റെ പുറംഭാഗത്ത് വരുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാല് നേരെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക. നമ്മൾ സാധാരണ കോർക്കുന്ന സമയത്ത് വിരൽ കോർക്കുമ്പോൾ രണ്ട് ഉള്ളങ്കയും പരസ്പരം എന്തായിരിക്കും? യോജിക്കുന്ന രൂപത്തിൽ, കാണുന്ന, തട്ടുന്ന, ചേരുന്ന രൂപത്തിലായിരിക്കും. ഇതങ്ങനെയല്ല. ഇടത്തെ കൈയിന്റെ ഉൾഭാഗം, ഇടത്തെ കൈയിന്റെ ബപ്പൻ എന്ന് പറയില്ല, പള്ളഭാഗം, ആ ഭാഗം വലത്തെ കൈയിന്റെ പുറം ഭാഗത്ത് വന്നിട്ട് വിരലുകൾ പരസ്പരം കോർക്കുക. അതങ്ങനെ ഒന്ന് കോർത്തു നോക്കി, അപ്പൊ അറിയാം എങ്ങനെയാണത് കോർക്കല്. അല്ലാതെ ഇവിടുന്ന് കാണിച്ചു തരാൻ കഴിയില്ലല്ലോ. പിന്നെ അതാണ് അതിന്റെ രൂപം എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഇനി വർരിജ്ലൈനി, രണ്ട് കാലുകളെയും കാൽവിരലുകളെയും തിക്കകറ്റണം. അത് ബി അയ്യി കൈഫിയത്തിൻ കാനത്ത്, അതേത് രൂപത്തിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അവിടെ സുന്നത്ത് കരസ്ഥമാകും, അതിന് യാതൊരു പ്രശ്നവുമില്ല. എങ്ങനെയൊക്കെയാണോ തിക്കകറ്റാൻ കഴിയുക അതുപോലെയൊക്കെ ചെയ്യാം. വൽ അഫ്ളലു, അവിടെയും ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അയ്യുഖല്ലിലഹ, ആ കാൽവിരലുകളെ അവൻ തിക്കകറ്റലാണ്. മിൻ അസ്ഫല, താഴ്ഭാഗത്തുനിന്ന് തുടങ്ങേണ്ടത്. ബിഖിൻസരി യദിഹിൽ യുസ്ര, അവന്റെ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് അവൻ തുടങ്ങണം. മുബ്തദിയൻ, അവൻ തന്നെ തുടങ്ങുന്നവനായ സ്ഥിതിയിൽ. ബിഖിൻസരി റിജ്ലിൽ യുംന, വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങണം. അപ്പൊ വലത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് അവൻ ചെയ്യണം. എവിടുന്നാ തുടങ്ങേണ്ടത്? വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട്. അപ്പൊ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ വലത്തെ കാലിന്റെ ചെറുവിരലിന്റെ താഴ്ഭാഗത്തായിട്ട് വെക്കണം. എന്നിട്ട് ഓരോ വിരലുകളും തിക്കകറ്റുക. എന്നിട്ടോ വമുഖ്തതിമൻ, അവൻ തന്നെ അതിനെ പൂർത്തീകരിക്കണം. ബിഖിൻസരിഹിൽ യുസ്ര, ഇടത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ ചെയ്യേണ്ട രൂപം, തിക്കകറ്റൽ ഏത് രൂപത്തിലായാലും അവൻ കരസ്ഥമാകും. പക്ഷെ എന്തു ചെയ്യണം? ഏറ്റവും അഫ്ളലായ രൂപം അവന്റെ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ, ആ ചെറുവിരൽ വലത്തെ കാലിന്റെ ചെറുവിരലിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ആ വിരലായി. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള വിരല്, പിന്നെ അടുത്ത വിരല്, അങ്ങനെ 5 വിരല്, അങ്ങനെ തള്ള വിരല് കൊണ്ട് വലത്തേക്കാൽ അവസാനിക്കും. പിന്നെ ഇടത്തെ കാലിന്റെ തള്ള വിരല് കൊണ്ട് തുടങ്ങിയിട്ട് അടുത്ത വിരൽ അങ്ങനെ എന്ത് ചെയ്യും? ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കും ആ തിക്കകറ്റൽ. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. മനസ്സിലായല്ലോ? ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ആദ്യമായിട്ട് വലത്തെ കാലിന്റെ ചെറുവിരലിനോട് വെക്കുക താഴ്ഭാഗത്ത്. എന്നിട്ട് ഓരോ വിരലുകളും ഇങ്ങനെ തിക്കാറ്റി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കപ്പെടുക. ഇതേ രൂപമാണ് ഏറ്റവും അഫ്ളലായ രൂപം എന്ന് മഹാനായ മുസന്നിഫ് റഹിമഹുള്ള വ്യക്തമാക്കുന്നു. സർവശക്തനായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുവാനും അതുമൂലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് ഇത്തിബാഅ് ചെയ്യുവാനുള്ള തൗഫീഖും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് കാരണമാകുന്ന സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ചെയ്യുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.